ഗായ്സ്, ഇന്ന് ഞാൻ വെറുതെ ഇരുന്നപ്പോഴത്തേനും ഞാൻ വീട്ടിലിടയ്ക്ക് ഉണ്ടാക്കാറുള്ള എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാം. പറയുന്ന കണ്ടിട്ട് ആരും പേടിക്കേണ്ട. സവോള അരിഞ്ഞപ്പോൾ കരഞ്ഞാണ്. ഇങ്ങനെ സവോള അരിയുമ്പോൾ കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി കൂടെ അരിയട്ടെ. അപ്പോൾ ഇതിനായിട്ട് കരിവേപ്പില, തക്കാളി, പച്ചമുളക്, സവോള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് അരിഞ്ഞ് വച്ചിരിക്കുന്ന സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കരിവേപ്പിലയും പിന്നെ നമ്മൾ അരിഞ്ഞ് വച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടെ ഇട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ മൂത്ത് വരേണ്ട, ഏകദേശം കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേനും അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് ഞാൻ പകുതി തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തക്കാളി വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ചിക്കൻ മസാലയുടെ ടേസ്റ്റും അതിൻ്റെ മണമൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാത്തിലും ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട കുറച്ച് ഉപ്പിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്സിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മുട്ടയൊക്കെ വറുത്തെടുക്കത്തില്ലേ ഇങ്ങനെ ചിക്കി പൊരിച്ച്, അതുപോലെ ഏകദേശം ആ ഒരു രീതിയിൽ നല്ല പോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. വീട്ടിൽ കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഇതാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയ ചോറ്, നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് അതിലോട്ട് ആഡ് ചെയ്ത് എല്ലാം നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇനി ഉപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക. കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി ഇതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.